ഒരിക്കൽ ഒരു രാജ്യത്തു വളരെയധികം പ്രഗത്ഭനായ ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നു. ചിത്രരചനയിലുള്ള പ്രാവീണ്യം അയൽ രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തെ പ്രശസ്തനാക്കി. അങ്ങനെയിരിക്കെ അയൽ രാജ്യത്തെ രാജാവ് ചിത്രകാരനെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ചിത്രകാരൻ ആ ക്ഷണം സ്വീകരിച്ച് അയൽ രാജ്യത്തേക്ക് തന്റെ കുതിരപ്പുറത്ത് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് വല്ലാത്ത ദാഹം തോന്നി. വഴിയരികിൽ കണ്ട ഒരു വലിയ വീടിനു മുന്നിൽ കുതിരയെ നിർത്തി. പെട്ടെന്നു ആ വീടിന്റെ പിന്നിൽ നിന്നും ഒരാൾ ചിത്രകാരന്റെ അടുത്തേക്കെത്തി. ചിത്രകാരൻ പറഞ്ഞു, "കുടിക്കാൻ വെള്ളം വേണം, വല്ലാതെ ദാഹിക്കുന്നു." അയാൾ ഉടൻ തന്നെ വീടിനു പിന്നിലേക്ക് പോയി ഒരു മൺപാത്രത്തിൽ വെള്ളവുമായി തിരികെ വന്നു. അത് ചിത്രകാരന്റെ കൈയിൽ കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, "ഈ വീട്ടിലാരുമില്ല, അവർ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. പിന്നിൽ കാണുന്നതാണ് എന്റെ വീട്. താങ്കൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ അവിടെ വിശ്രമിച്ചിട്ടു പോകാം." അയാൾ തന്റെ കുടിൽ ചൂണ്ടിക്കാണിച്ചു. ആ കുടിലിനു മുന്നിൽ കളിമണ്ണും മൺപാത്രങ്ങളുമുണ്ടായിരുന്നു. അപ്പോഴാണ് അയാളൊരു മൺപാത്രം ഉണ്ടാക്കുന്നവനാണെന്ന് ചിത്രകാരന് മനസ്സിലായത്. ചിത്രകാരൻ ദേഷ്യത്തോടെ ആ മൺപാത്രവും വെള്ളവും നിലത്തെറിഞ്ഞു. "വെറും മൺപാത്രക്കാരനായ നീയാണോ എനിക്ക് വെള്ളം തന്നത്? നിന്റെ ഈ വൃത്തികെട്ട കുടിലിലേക്ക് എന്നെ ക്ഷണിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു?" എന്നു പറഞ്ഞു. ചിത്രകാരൻ മൺപാത്രക്കാരന്റെ നെഞ്ചിൽ ചവിട്ടി താഴെയിട്ടു. എന്നിട്ടയാൾ തന്റെ കുതിരപ്പുറത്തു കയറി യാത്ര തുടർന്നു. കൊട്ടാരത്തിലെത്തിയ ചിത്രകാരനെ രാജാവ് സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിലും മൺപാത്രക്കാരനായ പാവം മനുഷ്യനെ അധിക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത വാർത്ത താൻ അറിഞ്ഞുവെന്നും അതിന്റെ കാരണം ചോദിക്കുകയുമുണ്ടായി. വെറും നിസ്സാരക്കാരനായ മൺപാത്രക്കാരൻ തനിക്ക് കുടിക്കാൻ വെള്ളം തന്നതും അയാളുടെ ചെറിയ കുടിലിലേക്ക് തന്നെ ക്ഷണിച്ചതും തനിക്കിഷ്ടപ്പെട്ടില്ല എന്നാണ് ചിത്രകാരൻ മറുപടി നൽകിയത്. രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഭൃത്യൻ ഒരു വലിയ താലത്തിൽ കളിമണ്ണും ചക്രവും കൊണ്ടുവന്നു. രാജാവ് ചിത്രകാരനോട് ഒരു മൺപാത്രം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. ചിത്രകാരൻ എത്ര ശ്രമിച്ചിട്ടും മൺപാത്രം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അയാൾ പരാജയം സമ്മതിച്ചു. രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ചിത്രകാരാ, താങ്കൾ നിസ്സാരക്കാരാണെന്നു പറഞ്ഞ ആ മൺപാത്രക്കാരൻ താങ്കളെക്കാൾ എത്രയോ കഴിവുള്ളവനാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അയാളും താങ്കളെപ്പോലെ ഒരു കലാകാരനാണ്. താങ്കൾ ചിത്രം വരക്കുന്നു, അയാൾ മനോഹരമായ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നു." ചിത്രകാരൻ രാജാവിന്റെ മുന്നിൽ നിശബ്ദനായി നിന്നു. ഏതൊരു തൊഴിൽ ചെയ്യുന്നയാളും കലാകാരൻ തന്നെയാണ്. ഓരോ തൊഴിൽ ചെയ്യാനും അതിന്റേതായ കഴിവും നൈപുണ്യവും ആവശ്യമാണ്. അങ്ങനെ പല കഴിവുകളുള്ളവർ ഒത്തുചേരുമ്പോഴാണ് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് സാധ്യമാകുന്നത്. ആരും നിസ്സാരക്കാരല്ല. ആരെയും അവർ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്യരുത്. എല്ലാ തൊഴിലിനും മഹത്വമുണ്ട്.